പഴയ കാലത്ത് അമ്മമ്മമാരൊക്കെ രാവിലെ അങ്ങ് ഇറങ്ങും പറമ്പിലോട്ട്. എന്നിട്ട് ഒരു മടിക്കുത്ത് നിറച്ച് സാധനങ്ങളുമായിട്ട് തിരിച്ചു വരും. എന്താ അന്നാമ്മ എന്ന അമ്മാമ്മ ഇന്നതേ പറമ്പിലേക്ക് ഇറങ്ങി ഒരു മടിക്കുത്ത് നിറച്ച് സാധനങ്ങളുണ്ട്. ഇന്ന് ഈ മടിക്കുത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു കിട്ടിലൻ നാടൻ ഐറ്റം ഭയങ്കര നൊസ്റ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാണണ്ടേ നമുക്ക്? നമ്മുടെ ഡയബറ്റിക് ചീര അല്ലെങ്കിൽ പ്രഷർ ചീര രണ്ടും പറയൂ കേട്ടോ. ഡയബറ്റിക് ചീര എന്ന് പറഞ്ഞിട്ട് വേറൊരു ചീരയുണ്ട്. പക്ഷെ ഇതിന്റെ ഈ കുഞ്ഞു കായൊക്കെ അരിഞ്ഞ് ഡയബറ്റിക്കാർക്ക് തോരൻ വെച്ചാൽ നല്ലതാണ്. നോക്ക് എത്ര പേര് കണ്ടിട്ടുണ്ട് ഇതൊക്കെ, എത്ര പേരുടെ വീട്ടിലുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇതിന്റെ ഏറ്റവും തളിരലേ എടുക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കഴിക്കുവേ. തളിര് മാത്രം ഇങ്ങനെ തുള്ളി എടുക്കണം. അപ്പൊ പ്രഷർ ചീര എന്ന് പറയുന്നതിൽ രണ്ട് കാര്യമുണ്ട്. ഹൈ ബി പി ഉള്ളവർക്ക് ഇത് നല്ലതാ, പ്രഷർ കുറയ്ക്കും. പക്ഷെ ലോ ബി പി ഉള്ളവർ കഴിച്ചാൽ പണി കിട്ടും. അപ്പൊ ലോ ബി പി ഉള്ളവർക്ക് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ മിതമായിട്ട് അളവിൽ ഞാൻ കഴിച്ചാൽ മതി. തണ്ടോടുകൂടി നമുക്ക് അരിയാൻ കേട്ടോ. നമ്മുടെ സാധാരണ ചീല പോലെയൊക്കെ ഈ ഭക്ഷണം ഔഷധമാകുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അല്ലേ. അത് നമ്മുടെ പറമ്പിൽ തന്നെ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഒരുപാട് ഗുണമാണ്. ഇത്രയും മതി. നമുക്ക് കാന്താരിയും കൂടെ പറിക്കാം കേട്ടോ. കാന്താരി നമുക്ക് സീസൺ തുടങ്ങി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് അപ്പം പറിച്ചെടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഒരുപാട് ഇങ്ങനെ സമയം എടുത്ത് പറിച്ചെടുത്തിട്ട് ഉണക്കി അങ്ങ് സൂക്ഷിക്കും. കുറെ ഉപ്പിലിട്ടും വെക്കും. ഇത് കണ്ടോ, ഇത് നമ്മുടെ കാച്ചിലിന്റെ ചോടാണ് കേട്ടോ. കാച്ചില് അടിയിലുണ്ട്, പക്ഷെ അതിന്റെ വള്ളി കണ്ടോ ഇങ്ങനെ പടർന്ന് കിടന്നിട്ട് അതിന്റെ വള്ളിയേല് ഇതേ കായുണ്ടാവും. നോക്കിക്കേ, ഇതിനെ കിഴക്കാന്ന് പറയും. നിങ്ങളുടെ നാട്ടില് എന്താ പറയാന്ന് പറയണം കേട്ടോ. നമ്മുടെ ഓറഞ്ച് മരമാണ്. കുരങ്ങന്മാരും മലയണ്ണന്മാരും തിന്നതിന് ശേഷം ബാക്കി ഇതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര പുളിയാ. കണ്ടാ എത്ര പേർക്ക് അവനവന്റെ പറമ്പിൽ നിന്നും ഇതുപോലെ ഓറഞ്ച് പറിച്ചു തിന്നാൻ പറ്റും. നല്ല പുളിയാണ്, പക്ഷെ മധുരം ചെറുതായിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ കറിവേപ്പിലയായി, ഇന്നത്തേക്കുള്ള സെറ്റപ്പായി. ഇപ്പൊ നമുക്ക് പോയിട്ട് തുടങ്ങാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മള് ചക്കയിൽ എടുത്തിട്ട് നമ്മളൊരു ഒരാഴ്ച ഇങ്ങനെ പുറത്ത് വെച്ചിരുന്നെങ്കിൽ ഇതാ ഇങ്ങനെ പടേന്ന് പറഞ്ഞ് ഊരിപ്പോവും. ഊരി ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ ഉടനെ തന്നെയാണെങ്കിൽ നമുക്ക് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ ഈ ചക്കക്കുരുവിന് പുറത്തുള്ള ഈ ചുമന്ന പാട കളഞ്ഞേക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് അതായത് 4ആയിട്ട് അരിഞ്ഞെടുക്കണം. ഈ ചുമന്ന പാട കളഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചുമന്ന പാടയിലാണ് ചക്കക്കുരുവിലെ ഒരുപാട് ഗുണങ്ങൾ ഇരിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോരുത്. പലരും പണ്ടുള്ളവർ പ്രത്യേകിച്ചും ആ ചുമപ്പ് അങ്ങോട്ട് കഷ്ടപ്പെട്ട് ചിരണ്ടിക്കളയും. ചക്കക്കുരു തിന്നാലേ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഞാൻ പറയുന്നില്ല. ചക്കക്കുരുവിന് ഡാഷ് കുരു എന്നും പറയും. വള ഇട്ടിട്ടൊരു വള്ളി ഇട്ടാൽ മതി. സഭ്യമായത് മാത്രമേ നമ്മുടെ ചാനലിൽ പറയുള്ളൂ. അങ്ങനെ ഒരു പേര് പറയാറുണ്ട്. അപ്പൊ ഈ ചുമന്ന സാധനം കളയാതിരുന്ന എന്താ ഗുണം? ഗ്യാസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതാ ഞാനൊരു 10-20 ചക്കക്കുരു എടുത്തു. അതിന്റെ പുറംതൊലി കളഞ്ഞു, 4ആയിട്ട് കീറി. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ച് അങ്ങോട്ട് വേവിക്കാം. ചക്കക്കുരുവിന് അധികം വേവൊന്നുമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മൂടിയിട്ട് ഒരു ചെറിയ തീയിൽ ഇത് വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് കിടന്നോട്ടെ കേട്ടോ. അതിൻ്റെ ഒരു സത്ത് അങ്ങോട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ചീര, പ്രഷർ ചീര അല്ലെങ്കിൽ ഡയബറ്റിക് ചീര, കുപ്പച്ചീര, വേലിച്ചീര, മൾട്ടി വിറ്റാമിൻ ചീര, അങ്ങനെയുള്ളത് അതിൻ്റെ ഇളം തണ്ടും ഇലയും കൂടെ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇലയല്ലേ, ഒരുപാട് ചെറുതാക്കി ഇലകൾ അരിയരുതെന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. നമുക്കൊരാവശ്യം വലിപ്പത്തിന് അരിഞ്ഞെടുക്കാം. നല്ല കട്ടിയുള്ള തണ്ട് നമുക്ക് എടുക്കണ്ട, അങ്ങ് കളയാം കേട്ടോ. അപ്പം നമുക്ക് അരപ്പ് വേണം. അരപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അമ്മിക്കല്ലയിൽ നമ്മൾ പീരയൊക്കെ മീൻ പീരൊക്കെ ഒതുക്കില്ലേ, അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അമ്മിക്കല്ല് ഇല്ലാത്തവർ നമ്മുടെ ഇടികല്ലില്ലേ അതിലും ചെയ്താൽ മതി. ഇനി അതും ഇല്ലാത്തവർ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഒരു അരമുറി തേങ്ങ ഇല്ല, അരമുറിയിലും താഴെ തേങ്ങ, എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി ഇല്ലാത്തവർ മാത്രം പച്ചമുളക്, ഒരു 2 ചെറിയുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേവൊന്ന് നോക്കട്ടെ കേട്ടോ. ഓ ആയി. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ ചീര ഇടുക. അതിന് മുകളിൽ ഇപ്പൊ നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, അതിന് മുകളിൽ ഒന്ന് ആവി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു തുണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് എന്താണെങ്കിൽ അടി പിടിക്കത്തില്ല. നമ്മുടെ ചക്കക്കുരു വേവിക്കുമ്പോൾ ഒരിക്കലും ഉപ്പിട്ട് വേവിക്കരുത്, അത് കല്ലച്ചു പോവും. അപ്പൊ സൈഡിൽ കൂടിയൊക്കെ ആവി വരുന്നുണ്ട്. ഒന്ന് തുറക്കാം. ഇലയെ ആയതുകൊണ്ട് അത്ര വേവേ ഉള്ളൂ കണ്ടോ. ഇലക്കറികൾ വലിയ കാര്യമായിട്ട് വേഗണ്ട. ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ എടുക്കാം. ചക്കക്കുരു ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ടൊന്നും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചൂടോട് കൂടെ തന്നെ മരച്ചക്കിലാട്ടിയ വെന്ത വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കുകയാണ്. കണ്ടോ, നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ അടന്ന വെളിച്ചെണ്ണ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്താൽ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പോകും, ശരിയല്ലേ? ചില ഫാറ്റ് കണ്ടന്റ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുക മാറുകയൊക്കെ ചെയ്യും. ഇനി കൂടുതൽ അറിയില്ല.
പക്ഷെ ഇങ്ങനെയുള്ള വെളിച്ചെണ്ണ, നമ്മുടെ ഈ മരച്ചക്കിലാട്ടിയ എണ്ണ, വെന്ത വെളിച്ചെണ്ണ, അതായത് വിർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമ്മൾ പാചകം ചെയ്തതിന് ശേഷം ഇങ്ങനെ മുകളിൽ നന്നായിട്ട് കമത്തിയാലും നമുക്കതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടും. എന്താണ്, അതിൻ്റെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസും പോകുന്നില്ല. ചൂടോടെ ചട്ടിയിൽ നിന്ന് തിന്ന് നോക്കട്ടെ. ആവൂ, അടിപൊളി. നോക്കിക്കേ, നമ്മൾ 3 ദിവസം മുമ്പ് വെച്ച കറിയാണ്. നല്ല ഒന്നാന്തരം കട്ട്ലയുടെ കറിയാണ്. ഇപ്പോഴും എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക്. ഒരു കുഴപ്പവും ഇല്ല. 5 ദിവസം വരെ കേടാവാതിരിക്കുന്ന മീൻകറിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഫേസ്ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. യൂട്യൂബിൽ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ഫിഷ് വേറെ, ചിക്കൻ വേറെ, വെജ് വേറെ, സ്വീറ്റ്സ് വേറെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മീൻ കഴിക്കാത്തവരെന്താ ചെയ്യേണ്ടത്? നല്ല എരിവുള്ള തീയലോ എരിവുള്ള കറികളില്ലേ, പച്ചക്കറികൾ, അതാണ് കഴിക്കേണ്ടത്. എരിവുള്ള കറികളിലൂടെ ആണ് ഈ കറി ചേരുക. വേണമെങ്കിൽ ഒരു പപ്പടവും കൂടെ ആവാം. എനിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ കറി തന്നെ ഒന്ന് തിന്ന് നോക്കട്ടെ. നമ്മളൊന്ന് തിന്നാണ്, എന്നാൽ പോലും നമ്മുടെ വെന്ത വെളിച്ചെണ്ണ എല്ലാത്തിലും അങ്ങ് പിടിച്ച അരപ്പ് എല്ലാം കൂടെ സെറ്റായത് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ മീൻകറി ഒന്ന് നോക്കട്ടെ കേട്ടോ. മീൻകറിയുടെ ചാറൊക്കെ കണ്ടോ? നല്ല ചുമന്ന ചാറ് കണ്ടോ? മീൻകറികളൊക്കെ എപ്പോഴും ഏതാണെങ്കിലും വെച്ച് പിറ്റേ ദിവസം തിന്നണം. ചൂടാക്കി വെക്കണം. മൺചട്ടിയിൽ തന്നെ അടുപ്പിൽ ചൂടാക്കി വെക്കണം. അത് 3-ാമത്തെ 4-ാമത്തെ ഒക്കെ ദിവസം ആകുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ലെവല് വേറെയാവും. എന്താ ഇങ്ങനെയുള്ള പുഴമീൻ, ഡാമീൻ്റെ ഒക്കെ വയറിൻ്റെ ഭാഗത്ത് നല്ല നെയ്യായിരിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്ത് മുള്ളുണ്ടോ നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ഉരുളയങ്ങ് ഉരുട്ടി നമ്മൾ സാധാരണ എല്ലാ ചീരയും വെക്കാറുണ്ട് കേട്ടോ. ചീര എത്ര എണ്ണ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഈ ചീര വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ റിൻസേച്ചിയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചക്കക്കുരു വെച്ചൊരു പിടച്ച് നോക്കിയത്. സംഭവം ഓരോ രുചി. മീൻകറിയുടെ രുചിയുണ്ട്, നമ്മുടെ ചോറിൻ്റെ രുചിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്നേഹമുള്ള ഉരുള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മധുരച്ചീര, വേലിച്ചീര, മൈസൂർ ചീര, വൈറ്റമിൻ ചീര, ബ്ലോക്ക് ചീര, പ്രഷർ ചീര, മലൈ ചീര, കുപ്പച്ചീര, വേലിച്ചീര തുടങ്ങിയ പല പേരുകളിലും അറിയപ്പെടുന്ന ഈ വൈവിധ്യമാർന്ന ഇലക്കറികൾ ഒരു പോഷക കലവറ തന്നെയാണ് അല്ലേ. വിറ്റാമിൻ എ, സി, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ സമ്പന്നമാണ് ഇലക്കറികളൊക്കെ. ഇളം ഇലകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. പൊരിയില, തോരൻ മുതൽ വടകളും സാലഡും കട്ട്ലേറ്റും വരെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേലിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ വേലിച്ചീര എന്ന് പറയുന്നത്. ഈ അസാധാരണമായിട്ടുള്ള ഈ പോഷക പ്രൊഫൈൽ കാരണം ഇതിനെ മൾട്ടി വിറ്റാമിൻ പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, ഹൈ BP ഉള്ളവർക്ക് ഇത് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ BP ഉള്ളവർ സൂക്ഷിച്ച് കഴിച്ചാൽ മതി. എന്താണെങ്കിലും സംഭവം അടിപൊളിയാണ്, അതിനൊരു രക്ഷയില്ല. അതിന് പ്രത്യേകിച്ച് പ്രൂഫ് അന്നമ്മയുടെ തീറ്റ തന്നെ എപ്പടി.